ഹലോ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് പേജ് നമ്പർ 170 CEO ആൻഡ് CFO എന്നുള്ള പോർഷനാണ്. CEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. CFO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 18 പ്രകാരം CEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Chief Executive Officer means an officer of a company who has been designed as such by it. ഒരു കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് CEO എന്ന് പറയുന്നത്. CEO ഈസ് വൺ among the key managerial person required by the Act for certain classes of companies. നിയമപ്രകാരം ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കീ മാനേജറിയൽ പേഴ്സൺസിൽ ഒരു വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി കീ മാനേജറിയൽ പേഴ്സൺസ് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസസ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എവരി ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് ലിസ്റ്റഡ് കമ്പനി. എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും ഉണ്ടാവണം. രണ്ടാമത്തെ എവരി പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹10 crore ഓർ മോർ. 10 കോടി അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് കമ്പനികൾക്കും വേണം. അപ്പോൾ ഈ രണ്ട് കമ്പനികൾക്കാണ് നിർബന്ധമായിട്ടും കീ മാനേജറിയൽ പേഴ്സൺസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലിസ്റ്റഡ് കമ്പനികളും, രണ്ടാമത്തത് 10 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള പബ്ലിക് കമ്പനികൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം കമ്പനിയുടെ ചെയർപേഴ്സണെ ഒരിക്കലും MD ആയിട്ടോ CEO ആയിട്ടോ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ്. ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് ദ MD ഓർ CEO ഓഫ് ദ കമ്പനി. അത് നമുക്ക് പൊതുവേ ഉള്ളൊരു ഗ്ലോബൽ തിങ്കിങ് ഉണ്ട്. കമ്പനിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു നോൺ എക്സിക്യൂട്ടീവ് പേഴ്സൺ ആണ് എന്നുള്ള. അപ്പോൾ ആ ഒരു ലൈനിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഈസ് ദാറ്റ് എക്സെപ്റ്റ് ഇൻ ദ കേസ് വെയർ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി ordain otherwise or whereon the company carries on multiple business, the chairperson of the company should not be appointed as the MD or CEO of the company. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലാത്ത പക്ഷമോ അതല്ലാതെ മറ്റേതെങ്കിലും ബിസിനസ്സുകൾ, അതായത് മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഏർപ്പെടുന്ന കമ്പനി അല്ലാത്ത പക്ഷമോ കമ്പനിയുടെ MD അല്ലെങ്കിൽ CEO ആയിട്ട് ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പ്രൊവിഷൻസിലെ സെൻറ്റൻസ് അവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അടുത്താണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം CFO അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മീൻസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആരാണോ അയാളാണ് CFO എന്ന് പറയുന്നത്. ദ റൂൾസ് പ്രൊവൈഡ് ദാറ്റ് എവരി ലിസ്റ്റഡ് കമ്പനി ആൻഡ് എവരി അതർ പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore ഓർ മോർ ഷാൾ അപ്പോയിൻറ്റ് എ CFO ഓൺ എ ഓൾ ടൈം ബേസിസ്. എല്ലാ കമ്പനികളും, എല്ലാ ലിസ്റ്റഡ് കമ്പനികളും, പിന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയോ അതിൽ കൂടുതലോ ഉള്ള എല്ലാ പബ്ലിക് കമ്പനികളും CFO ആയിട്ട് ഒരു വ്യക്തിനെ ഓൾ ടൈം ബേസിസിൽ, അതായത് ഫുൾ ടൈം അയാൾ വർക്കിംഗ് ആണെന്നുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജനറലി എ പേഴ്സൺ ഹു ലീഡ് ദ ഫിനാൻസ് ആൻഡ് ട്രഷറി ഫങ്ഷൻസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് CFO. സാധാരണ ഒരു ബിസിനസ്സിലെ ഫിനാൻസ് ഡീറ്റെയിൽസൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യുന്ന ട്രഷറി ഫങ്ഷൻസൊക്കെ ലീഡ് ചെയ്യുന്ന വ്യക്തിനെയാണ് CFO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ദ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് ദ CFO അണ്ടർ ദിസ് ആക്ട് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ കീ മാനേജറിയൽ പേഴ്സൺ. അപ്പോൾ ഈ നിയമപ്രകാരം CFO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന ആളെ നമ്മൾ കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്താണ് റോൾ ഓഫ് CFO എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം CFO പെർഫോം ചെയ്യേണ്ട റോൾസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. CFO is responsible to ensure compliance with the Act and the rules regarding various provisions such as maintenance of books of account, preparation and filing of annual account, disclosure of financial information in offer document, risk management, internal control, etc. ഇപ്പം ബുക്ക് മാനേജ് ചെയ്യുന്നത്, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആനുവൽ അക്കൗണ്ടുകൾ ഫയൽ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, റിസ്ക് മാനേജ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആക്റ്റും റൂൾസും കംപ്ലൈ ചെയ്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പാലിച്ചു പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് CFOയ്ക്കാണ്. രണ്ടാമത്തത്, ഹി ഈസ് റിക്വയർഡ് ടു സൈൻ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കമ്പനി എലോങ് വിത്ത് ദോസ് ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്ത അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിച്ച
ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓഡിറ്റ് ചെയ്യുമല്ലോ, അത് സൈൻ ചെയ്യേണ്ടത് CFO ആണ്. CFO ഈസ് റെസ്പോൺസിബിൾ ടു പ്രൊവൈഡ് നെസസറി ഇൻപുട്ട് ഫോർ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു ബോർഡ് റിപ്പോർട്ട്. ബോർഡ് റിപ്പോർട്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമായിട്ട് വേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന് വേണ്ട നെസസറി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി CFOയ്ക്കാണുള്ളത്. അടുത്താണ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി, സെക്ഷൻ 177 ആണ്. അതിൽ ഫസ്റ്റ് വൺ ഓഡിറ്റ് കമ്മിറ്റി. The Companies Act 2030 has introduced a provision for the audit of every listed and such other class of companies as may be prescribed by Committee of Directors. Such companies are required to constitute a committee of the Board of Directors known as Audit Committee. Companies Act 2013 പ്രകാരം എല്ലാ കമ്പനികൾക്കും, എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും പിന്നെ അതർ ക്ലാസ് ഓഫ് കമ്പനികൾക്കും ഒരു കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു പ്രിസ്ക്രൈബ്ഡ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദ ഓഡിറ്റ് കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് എ മിനിമം ഓഫ് 3 ഡയറക്ടേഴ്സ്, ഏറ്റവും മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഷാൾ ഫോം മെജോറിറ്റി, അതിലേറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഭൂരിഭാഗം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ബട്ട് ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് എ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ചെയർപേഴ്സൺ ആർ പേഴ്സൺ വിത്ത് എബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്ന, അതിന് കഴിവുള്ള അല്ലെങ്കിൽ ഏബിളായിട്ടുള്ള വ്യക്തികളായിരിക്കണം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പോസിഷൻ ഓഫ് ദ കമ്മിറ്റി ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച കമ്മിറ്റിയുടെ കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടിച്ചേരൽ, എത്ര ആൾക്കാരുണ്ട്, ഏതൊക്കെ ആൾക്കാരാണ്, അതെല്ലാം കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. The auditors of the company and the key managerial person shall have a right to be heard in the meeting of the audit committee. ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടും അറിയാനുമായിട്ടുള്ള എല്ലാ അവകാശവും ഓഡിറ്റേഴ്സിനും പിന്നെ കീ മാനേജറിയൽ പേഴ്സൺസിനും ഉണ്ടായിരിക്കും. ബട്ട് ദീസ് പാർട്ടിസിപ്പൻറ്റ് ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമില്ല, അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ. അടുത്താണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ അധികാരങ്ങളും അവരുടെ കർത്തവ്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദ ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ റെഫറൻസ് ഗിവൺ ബൈ ദ ബോർഡ് ആൻഡ് സച്ച് ടേംസ് ഓഫ് റെഫറൻസ് ഷാൾ ഇൻക്ലൂഡ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. ബോർഡ് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് വേണം ഓഡിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെഫറൻസിന് തുല്യമായിട്ട് വേണം. ആ റെഫറൻസിന് അത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് താഴേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവർക്ക് വേതനം കൊടുക്കുന്നത്, അവരുടെ ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ കാലാവധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ, റിവ്യൂ ആൻഡ് മോണിറ്റർ ദ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓഡിറ്റ് പ്രോസസ്സ്. ഓഡിറ്റ് പ്രോസസ്സ് ഇപ്പം നടക്കുന്ന ഓഡിറ്റ് എഫക്റ്റീവാണോ, കാര്യക്ഷമമായിട്ടാണോ നടക്കുന്നത്, ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസ്, അയാൾ സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അയാളുടെ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടും മോണിറ്റർ ചെയ്യാനായിട്ടും. അടുത്തത്, എക്സാമിനേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ദെയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കാനായിട്ടും ഓഡിറ്ററുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കാനായിട്ടുമുള്ള അവകാശം. പിന്നെ അടുത്തത്, അപ്രൂവൽ ഓർ എനി സബ്സിക്വൻറ്റ് മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് ദ കമ്പനി വിത്ത് റിലേറ്റഡ് പാർട്ടീസ്. കമ്പനി അതിൻ്റെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പുതുക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഈ റിലേറ്റഡ് പാർട്ടി എന്താണെന്നുള്ളത് നമ്മളിനി പഠിക്കാനായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. സ്ക്രൂട്ടിനി ഓഫ് ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കോർപ്പറേറ്റുകൾക്കിടയിൽ, വലിയ വലിയ കമ്പനികൾക്കിടയിൽ കൊടുക്കുന്ന ലോണുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന. അടുത്ത, വാല്യുവേഷൻ ഓഫ് അണ്ടർടേക്കിംഗ് ഓർ അസറ്റ് ഓഫ് ദ കമ്പനി വേറെവർ ഇറ്റ് ഈസ് നെസസറി. കമ്പനിയുടെ ആസ്തികളും അണ്ടർടേക്കിംഗ്, കമ്പനിയുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക, വാല്യൂ ചെയ്ത് നോക്കുക. വാല്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുക. ഈഫ് നെസസറി, എപ്പോഴെങ്കിലും ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ഇതൊക്കെ വാല്യൂ ചെയ്ത് നോക്കുക. അടുത്തത്, ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. കമ്പനിയുടെ അകത്തുള്ള ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റവും
റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അടുത്ത മോണിറ്ററിംഗ് ദ എൻഡ് യൂസ് ഓഫ് ഫണ്ട് റേസ്ഡ് ത്രൂ പബ്ലിക് ഓഫേഴ്സാണ് റിലേറ്റഡ് മാറ്റേഴ്സ്. പബ്ലിക് ഓഫർ വഴി റേസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ളത്, എൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അവസാനം എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് മോണിറ്റർ ചെയ്യുക. അടുത്താണ് ദ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് കണ്ടക്ട് പീരിയോഡിക് ഡിസ്കഷൻ വിത്ത് ദ ഓഡിറ്റേഴ്സ് അബൌട്ട് ദ ഫോളോയിങ് മാറ്റേഴ്സ്. ഓഡിറ്റ് കമ്മിറ്റി ഓഡിറ്റേഴ്സുമായിട്ട് പീരിയോഡിക്കലി, അതായത് ഇടവിട്ട് ഡിസ്കഷൻസ് നടത്തണം. എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കഷൻ നടത്തുന്നതെന്നുള്ളതാണ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, കമ്പനിയുടെ ഉള്ളിലെ കൺട്രോൾ സിസ്റ്റം എങ്ങനെയുണ്ടെന്നുള്ളത്. ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇൻക്ലൂഡിങ് ദ ഒബ്സർവേഷൻസ് ഓഫ് ദ ഓഡിറ്റേഴ്സ്. ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്, അതിൽ ഓഡിറ്റേഴ്സിൻ്റെ ഒബ്സർവേഷൻ, അവരുടെ നിരീക്ഷണം എങ്ങനെയാണ് എന്നുള്ളത്. തേർഡ് വൺ, റിവ്യൂ ഓഫ് ദ ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ സബ്മിഷൻ ടു ദ ബോർഡ്. ബോർഡിന് സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പം, അല്ലെങ്കിൽ ആനുവൽ എന്ന് പറഞ്ഞാൽ വാർഷികമായിട്ടോ, ഒന്നെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വാർഷികമായിട്ടോ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ബോർഡിന് മുമ്പിൽ വെക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, എൻഷുറിങ് കംപ്ലൈൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ്. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം കംപ്ലൈ ചെയ്ത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അടുത്താണ്, ദ ഓഡിറ്റ് കമ്മിറ്റി ഹാസ് അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു എനി മാറ്റർ ഇൻ റിലേഷൻ ടു ദ ടേംസ് ഓഫ് റഫറൻസ് ഗിവൺ ബൈ ദ ബോർഡ്. ബോർഡ് റഫർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ടുള്ള അധികാരം ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് ഹാസ് ഫുൾ ആക്സസ് ടു ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ റെക്കോർഡ് ഓഫ് ദ കമ്പനി. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിലുള്ള ഫുൾ റെക്കോർഡുകളും ഇൻഫർമേഷൻസും ആക്സസ് ചെയ്യാനായിട്ടുള്ള അധികാരം കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇഫ് നെസസറി ദ കമ്പനി ക്യാൻ ഓൾസോ ടേക്ക് എക്സ്റ്റേണൽ പ്രൊഫഷണൽ അഡ്വൈസ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസിൻ്റെ സേവനവും അവർക്ക് മേടിക്കാവുന്നതാണ്. അടുത്താണ്, എവരി ലിസ്റ്റഡ് കമ്പനി ഓർ സച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ് as may be prescribed shall establish a vigil mechanism for directors and employees to report genuine concerns in such a manner as may be prescribed. എല്ലാ ലിസ്റ്റഡ് കമ്പനികളും ബാക്കിയുള്ള സച്ച് അതർ ക്ലാസസ് ഓഫ് കമ്പനികളും പറഞ്ഞിരിക്കുന്നത് പോലെ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൾ എസ്റ്റാബ്ലിഷ് എ വിജിൽ മെക്കാനിസം ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ടു റിപ്പോർട്ട് ജെനുവിൻ കൺസേൺ. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇവർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The vigil mechanism under subsection shall provide an adequate safeguard against victimization of person who use such a mechanism. അപ്പോൾ ഈ മെക്കാനിസം യൂസ് ചെയ്യുന്ന വ്യക്തികളെ ഇരകളാക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സെഷൻ അല്ലെങ്കിൽ അതിനുള്ള ആഡ്വക്കേറ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡ് മെഷേഴ്സും അവിടെ ഉണ്ടായിരിക്കണം. അതായത് കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതറിയുന്ന ആൾക്കാർക്ക് അത് അറിയിക്കാനായിട്ട് സാധിക്കും. ഈ കമ്മിറ്റീനെ അല്ലെങ്കിൽ ബോർഡിനെ അത് അറിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിയിക്കുന്ന വ്യക്തികളെ മറ്റുള്ള ആൾക്കാർ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ, ദ വിജിൽ മെക്കാനിസം ഷാൾ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഡയറക്റ്റ് ആക്സസ് ടു ദ ചെയർപേഴ്സൺ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി ഇൻ അപ്രോപ്രിയേറ്റ് ഓർ എക്സെപ്ഷണൽ കേസസ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇവർക്ക് നേരിട്ട് ഈ വിജിൽ മെക്കാനിസം വഴി പരാതി അറിയിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തറിയിക്കാനുള്ള വ്യക്തികൾക്ക് ചെയർപേഴ്സണെ നേരിട്ട് ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ നേരിട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള നടപടികളും ഇതിൻ്റെ കീഴിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. ഏതെങ്കിലും പോയിൻ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചിരിക്കുക. താങ്ക് യു.